UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. RSPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകിയത്. നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനത്തിനൊപ്പം ഷിബു ബേബി ജോണും ചേർന്നു. ചവറയിൽ നിന്നാരംഭിച്ച പ്രകടനം തട്ടാശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് ചവറയെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർ തയ്യാറാകാതെ അരാഷ്ട്രീയമായി ഈ പോരാട്ടം കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് പരാജയ കാരണം. ഇന്നലെയും CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കെൽപ്പ് അവർക്ക് ചവറയിലില്ല എന്നാണ് ഇന്നലെയും തെളിയിച്ചത്. RSPയുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ 2 തവണയായിട്ട് മത്സരിപ്പിച്ച് അത് വിജയം നേടി അതുകൊണ്ട് ഇത്തവണ അത് ആവർത്തിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ചവറ മണ്ണിൽ നടക്കില്ല. ഐക്യജനാധിപത്യ മുന്നണി പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം, കേരളം ആര് ഭരിക്കണമെന്നുള്ള പോരാട്ടം UDFും LDFുമുള്ള രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തിനൊത്ത വിജയം ഈ മണ്ണിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നിയോജകമണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, കൺവീനർ ജസ്റ്റിൻ ജോൺ, സെക്രട്ടറി പൊന്മന നിശാന്ത്, സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗോപകുമാർ, കോഞ്ചേരിൽ ശംസുദ്ദീൻ, ചക്കിനാൽ സനൽ, R ജയകുമാർ, മേച്ചേഴ്ത്ത് ഗിരീഷ്, AM സാലി, CP സുധീഷ് കുമാർ, C ഉണ്ണികൃഷ്ണൻ, സക്കീർ ഹുസൈൻ, കോക്കാട്ട് റഹീം, വാഴയിൽ അസീസ്, ഷംല നൌഷാദ്, S അനിൽ, B ശിവലാൽ, അംബികാദേവി, I ജയലക്ഷ്മി, കിണറുവിള സലാഹുദ്ദീൻ, ശരത് പട്ടത്താനം, അനന്തൻ പന്മന, മനോജ് പന്താവിള, സിയാദ് കോയിവിള, S ശാലിനി, R ജിജി, സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.